വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 10 മിനിറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം ഭാര്യന്റെ ഫോണ് നമ്മളിങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇവക്ക് എന്താ ഞാൻ വേണ്ടത്? ഞാനിങ്ങ് ഇറങ്ങുന്നതിന് മുമ്പോട് തുടങ്ങി അടിച്ചു പിടിക്കാൻ. ഞാൻ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇറങ്ങിയിട്ട് സ്റ്റെപ്പിന്റെ കാലും കെടുത്തി വെച്ചില്ല, അതിന് മുമ്പിനോട് വിളി തുടങ്ങി. ഇത് പെണ്ണിന്റെ സ്വഭാവമാണ്. അവര് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് അങ്ങനെയൊന്നും സ്നേഹം പ്രകടിപ്പിച്ചാൽ പറ്റൂല. മോനെ, നീ പെണ്ണിനെ ആ വിവാഹം കഴിച്ചത് പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവൂ, പുരുഷന്റെ സ്വഭാവം ഉണ്ടാകൂല. പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാവും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പുരുഷൻ ഉണ്ടാകണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോൾ എന്തേ വിളിച്ചത്? ഒന്നുമില്ല, നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കാനാണ്. ഞാൻ നിന്റെ വീടിന്റെ മേൽക്കൂര കാണുന്നുണ്ട്, അത്രയും ദൂരമൊന്നും ഞാൻ പോയിട്ടില്ല, ഞാനങ്ങ് വന്നോളാം. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജരെടുക്കാൻ പോവാണ് അല്ലെ? അങ്ങനെയാണല്ലേ ചില ഭാര്യമാരുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ പിന്നെ അടുത്ത ചോദ്യം, ആരാ കൂടെ ഉള്ളത്? ഹാജർ പറയാൻ വേണ്ടി പിന്നെ കൂടെ ഉള്ളവർക്ക് ലൗഡ് സ്പീക്കർ വാങ്ങി കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാ ഉള്ളത്. 30 അങ്ങനെ ഹാജരെടുക്കണം, ആരൊക്കെയാ കൂടെ ഉള്ളത്. സ്നേഹം കൊണ്ട് ചോദിക്കാണ്, ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. സ്നേഹമാണ് അവർ നമ്മളെ മുന്നിൽ കാണിക്കുന്നത് എന്നുള്ള ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. അപ്പോഴേക്ക് എന്തിനാണ് ഞാനെങ്കിലും എന്റെ കൂടെ ആരായാലും എന്താന്നൊക്കെ നമുക്ക് തോന്നുന്നത് പുരുഷന്മാരുടെ സ്വഭാവമാണ്. പുരുഷന്റെ സ്വഭാവം പെണ്ണിനുണ്ടാകൂല, പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ. ആ സ്വഭാവത്തെയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പുരുഷന് സാധിക്കേണ്ടത്. അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. തൽക്കാലം അവളോട് ആരൊക്കെയാ കൂടുള്ളത് എണ്ണി പറയാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, മോളെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, ഞാൻ പുറത്താണ്, തിരക്കില്ലാണ്, ഒന്ന് ക്ഷമിക്കണേ, സമയമില്ലാത്തത് കൊണ്ടാണ്, കൃത്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നെങ്കിലും പറയാനുള്ള സന്മനസ് കാണിക്കണം.